നമസ്കാരം. പെരുന്നാട് ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഞെട്ടിക്കുന്ന വളരെ സങ്കടകരമായ ഒരു ദുരന്ത വാർത്തയാണ് കൊട്ടാരക്കര, നെടുവത്തൂർ, ആനക്കോട്ടൂർ, മുണ്ടുപാറയിൽ നിന്ന് നമ്മൾ കേട്ടത്. കാമുകനുമായുണ്ടായ വാക്കുതർക്കത്തെയും ക്രൂരമായ മർദ്ദനത്തെയും തുടർന്നാണ് അർച്ചന എന്ന യുവതി കിണറ്റിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് ഫയർഫോഴ്സിന്റെ ധീരനായ സോണി എസ് കുമാർ എന്ന റെസ്ക്യൂ ഓഫീസർ അതിസാഹസികമായി കിണറ്റിലിറങ്ങി കിണറിന്റെ മുക്കാൽ ഭാഗത്തോളം രക്ഷപ്പെടുത്തിക്കൊണ്ടു വന്നപ്പോഴാണ് കിണറിന്റെ കൈവരിയും തൂണും ഇടിഞ്ഞ് ഇരുമ്പ് കമ്പി ഉൾപ്പെടെ സോണിയുടെ തലയിൽ പതിച്ച് അതിദാരുണമായി ആ ഓഫീസർ ഉൾപ്പെടെ 3 പേരും മരണമടയുന്നതിനിടയായ വളരെ വേദനാജനകമായ അപകടമുണ്ടാകുന്നത്. ഒരു കുടുംബത്തിന്റെ ആശ്രയവും അത്താണിയുമായിരുന്ന വെറും 36 വയസ്സ് മാത്രമുള്ള ആറ്റിങ്ങൽ സ്വദേശിയായ സോണി എസ് കുമാർ എന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരുന്ന ഭാവി സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മൾക്ക് നഷ്ടമായത്. ആരാണ് ഇതിന് ഉത്തരവാദി? ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്? ആരെയാണ് നമ്മൾ പഴിക്കേണ്ടത്? എന്തുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നു? മേലിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ആവർത്തിക്കാതിരിക്കാനുള്ള പരിഹാര മാർഗങ്ങളാണ്, അതിന്റെ കാരണങ്ങളാണ് പെരിനാട് ന്യൂസ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. കൊല്ലം നെടുവത്തൂരിലെ ദുരന്തത്തിൽ പല മാധ്യമങ്ങളും ചർച്ച ചെയ്യാൻ മറന്നുപോയ ചില സംഗതികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി, രക്ഷാപ്രവർത്തനത്തിന് പ്രധാന തടസ്സമായി നിന്നത് വെളിച്ചത്തിന്റെ അഭാവമാണ്. ഈ സാഹചര്യത്തിലാണ് ടോർച്ചുമായി വരാനായിട്ട് കാമുകനായ ശിവകൃഷ്ണനോട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ ആവശ്യപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം മദ്യപിച്ച് ലക്ക് കിട്ടി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ജീവനക്കാർ അയാളോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അത് കൂട്ടാക്കുന്നില്ല. ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് 35 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള 80 അടിയോളം താഴ്ചയുള്ള ഏതു സമയത്തും ഇടിഞ്ഞു വീഴാറായി നിന്ന കിണറ്റിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു. കാരണം ശിവകൃഷ്ണന്റെ ഇടപെടലും ദുരന്തത്തിന് കാരണമായി. എന്നാൽ അവിടെ പോലീസിന്റെ സഹായം ലഭിച്ചിരുന്നെങ്കിൽ അയാളെ അവിടെ നിന്ന് മാറ്റുവാനും ജീവനക്കാർക്ക് നിഷ്പ്രയാസം സംരക്ഷണം നൽകാനും കഴിഞ്ഞേനെ. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ കൈവശം ഏതു സമയത്തും ഉണ്ടായിരിക്കേണ്ട, പ്രത്യേകിച്ച് ഒരു ദുരന്തമുഖത്ത് കൊണ്ടുവരേണ്ട ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹെൽമെറ്റ് വിത്ത് ഹെഡ് ലാമ്പ്, റീചാർജബിൾ LED ടോർച്ചസ്, പോർട്ടബിൾ ഫ്ലഡ് ലൈറ്റ്, ജനറേറ്റർ ഓർ ബാറ്ററി പവേർഡ് ലൈറ്റ്നിങ് യൂണിറ്റ്, റിഫ്ലക്റ്റീവ് ജാക്കറ്റ്, ട്രൈപോയിഡ് ആൻഡ് പുള്ളി സിസ്റ്റം. അതായത് കിണറുകൾ, കുഴികൾ തുടങ്ങിയവയിൽ ഇറങ്ങാൻ ഇത് സഹായിക്കും. ഫ്ലോട്ടേഷൻ ഡിവൈസസ്. ഓരോ രക്ഷാപ്രവർത്തനത്തിനും പ്രീ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവണം. നൈറ്റ് ഓപ്പറേഷനായി ലൈറ്റ്നിങ് ഗിയർ നിർബന്ധമായും ഉണ്ടാവണം. നെടുവത്തൂർ ദുരന്തത്തിൽ ഉപകരണങ്ങളുടെ അപര്യാപ്തതയാണ് ദുരന്തത്തിന് ആക്കം കൂട്ടിയതെന്ന് വ്യക്തമായി പറയാം. കിണറിന്റെ കൈവരി ബലമില്ലാത്തതാണെങ്കിൽ അവിടെ കൺഫൈൻഡ് സ്പേസ് റെസ്ക്യൂ പ്രോട്ടോക്കോളുകൾ പ്രകാരം നിർബന്ധമായ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ട്രക്ചറൽ അസസ്മെന്റ് ആദ്യം നടത്തണം. റോപ്പ് കിട്ടുന്നത് ട്രൈപോയിഡ് സിസ്റ്റത്തിലോ ബലമുള്ള മരത്തിലോ വാഹനത്തിലോ മാത്രമായിരിക്കണം. റോപ്പിന്റെ ആങ്കർ പോയിന്റ് കിണറിന്റെ പുറത്ത് കുറഞ്ഞത് 1.5 മീറ്റർ അകലത്തിൽ വേണം. ആങ്കറിംഗ് പരിശോധന 2 പേർ ക്രോസ് ചെക്ക് ചെയ്യണം. അതിനൊപ്പം സെക്കൻഡറി ബിലേ ലൈൻ വേണം. ഇൻ കേസ് മെയിൻ റോപ്പ് കട്ടായാലും സുരക്ഷിതമായി നിലനിർത്താൻ ഇത് സഹായിക്കാം. ഒരാൾ ഇറങ്ങുമ്പോൾ അപകടം സംഭവിച്ചാൽ ഉടൻ സെക്കൻഡറി റെസ്ക്യൂ ലൈൻ വഴി പുറത്തെടുക്കാൻ പറ്റണം. ഇമ്മീഡിയറ്റ് റെസ്ക്യൂ എന്ന പേരിൽ സുരക്ഷാ ഉപകരണങ്ങൾ ഇല്ലാതെ ഇറങ്ങുന്നത് പ്രോട്ടോകോൾ ലംഘനമാണ്. 1-2 മിനിറ്റ് സമയമെടുത്താലും എക്യുപ്മെന്റ് റെഡി ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. ഒരു സമൂഹത്തെ മൊത്തത്തിൽ കണ്ണുനീരിലാഴ്ത്തിയ ഈ സംഭവം ഫയർഫോഴ്സ് ജീവനക്കാർ എത്രത്തോളം അപകട സാധ്യതയോടെ പ്രവർത്തിക്കുന്നുവെന്ന യാഥാർത്ഥ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ സ്വജീവൻ ത്യജിച്ച ധീരതയുടെ പ്രതീകമായ സോണി എസ് കുമാറിന് പെരിനാട് ന്യൂസിന്റെ ആദരാഞ്ജലികൾ.